നമ്മൾ ചായക്കടയിലൊക്കെ പഴയ ചായക്കടയിലെ ചില്ലുകൂട്ടിൽ കാണാറില്ലേ കായപ്പം, അത് നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ എടുക്കുന്നത് 1.5 കപ്പ് ഗോതമ്പ് പൊടിയാണ്. ഇതിൻ്റെ കൂടെ 1/2 കപ്പ് മൈദയും ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 4 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ച് ചേർക്കുന്നുണ്ട്. അതിലേക്ക് 5 ഏലക്കായും 1/2 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്തിട്ട് നന്നായിട്ട് പൊടിച്ച് ചേർക്കുക. ഈ പൊടിയിലേക്ക് മിക്സ് ചെയ്തിടുക. പിന്നെ അതിലേക്ക് പാകത്തിന് ഉപ്പ് 1 ടീസ്പൂൺ, അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ഇടുക. ബേക്കിംഗ് സോഡയും 1 ടീസ്പൂൺ ഇടുക. പിന്നെ 4 ചെറുപഴമാണെങ്കിൽ 4 എടുക്കുക. ഇത് കുറച്ച് വലിപ്പമുള്ള റോബസ്റ്റ് പോലത്തെ പഴമാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ആ റോബസ്റ്റ് പഴം നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് വെള്ളമാണ് ചേർക്കുന്നത്. ഇത് നമ്മളെ പഴത്തിലുണ്ടാകുന്ന വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി പോലെ ഇരിക്കും കേട്ടോ, വെള്ളത്തിൻ്റെ ആഡ് ചെയ്യുന്ന രീതി, അളവ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് വെക്കുക. ഒരു അരമണിക്കൂറിൽ കൂടുതൽ വെക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് പൊന്തി നല്ല അടിപൊളിയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം എടുത്ത് നോക്കിയിട്ട് വീണ്ടും കൈ ഒന്ന് നനച്ചിട്ട് വീണ്ടും ഒന്നുകൂടെ കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ എണ്ണ ചൂടായോ നോക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മാവെടുത്ത് എണ്ണയിലേക്ക് ഇട്ട് നോക്കിയിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഓരോ ഉരുളകളാക്കി എടുത്ത് എണ്ണയിലേക്ക് പൊരിച്ചെടുക്കാവുന്നതാണ് മാവ്. ഇത് ചെറിയൊരു ചീനച്ചട്ടി ആയതുകൊണ്ട് കുറച്ച് എണ്ണയെ കൊള്ളുന്നുള്ളൂ. അതുകൊണ്ട് അതിനനുസരിച്ച് ചെറിയ കായപ്പാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷേ സൂപ്പർ ടേസ്റ്റാണ്.